ഹായ് ഗൈസ്, എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടാ. ഹായ് ഗൈസ്, ഞാൻ ആദ്യമായിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പം ഞാനൊരു ഗുഹൻ്റെ ഉള്ളിലാണ്. ഈ ഗുഹ എങ്ങനെ ഇതായത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരികയാണ് എങ്ങനെ ഞങ്ങൾ നല്ല കഷ്ടപ്പാടോടെ ഉണ്ടാക്കിയതാണ്. നല്ല കഷ്ടപ്പാടിൽ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാനൊക്കെ വേറെ പണിയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഗുഹ ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് പിന്നെ എന്താണ്, ഞങ്ങൾ ലൈറ്റൊക്കെ ഇതാക്കി പെട്ടെന്ന് ലൈറ്റൊക്കെ ഒന്ന് അറിയാതെ ഒന്ന് ചാർജായിപ്പോയി. ചാർജ് കംപ്ലൈൻ്റ് ആയി. അപ്പം ഞങ്ങളിപ്പോൾ ആ ലൈറ്റ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ വേറൊരു ലൈറ്റ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ലൈറ്റ് വെച്ച് ഇതാക്കി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ലൈറ്റൊക്കെ. ലൈറ്റൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഏതാ ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ടോർച്ച് മന്നുള്ള ഒരു എമർജൻസി ഒക്കെയാണ് കേട്ടോ. നമ്മൾ ലൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ആ ലൈറ്റ് കത്തുന്നില്ല, അത് ഞങ്ങൾ ഒരു ടോർച്ച് മത്തെ എമർജൻസി ആക്കി വെച്ചാണ്. ഓക്കെ, ആ ശരിയടാ. ഓക്കെ, നമ്മൾ ഗുഹ ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു മടക്കണ ബെഡ് എടുത്തു. കട്ടി കുറവില്ല കേട്ടോ, അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ മടക്കണ ബെഡ്. പിന്നെ കട്ടി കുറവാവൂലേ എങ്കിലേ മടക്കണ ബെഡ് എടുത്തിട്ട് ആദ്യം ഞങ്ങൾ ചുമരിനോടൊന്ന് മുട്ടിച്ചിരിക്കണ്ടാവും. ഇവിടെ ഇങ്ങനെ ചുമരിനോട് മുട്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഭാഗം ഉള്ളത്. ഗുഹേൻ്റെ ഈ ഒരു ഭാഗമുള്ളത് ചുമരിനോട് മുട്ടിയിട്ടാണ്. ആ ഒരു ഭാഗം ചുമരിനോട് മുട്ടിച്ചേച്ച് ഇവിടെ നിന്ന് ഇതാക്കി ആ ഭാഗത്തേക്ക് ചാരിച്ച് ഈ ഭാഗവും പാടാം. അപ്പോഴാണ് നമ്മൾക്ക് ഈ ഗുഹ സെറ്റായി കിട്ടിയത്. എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരികയാണെങ്കിൽ നമ്മൾ മുമ്പാടും ചെയ്തൊക്കെ ആവും. എന്നാലും മടക്കണ ബെഡായിട്ടേ പറ്റുള്ളൂ. അത് നിങ്ങൾ ഓർമ്മിച്ചൊക്കെ. കത്തിക്കൊന്നും പറ്റില്ല. ഓക്കെയാണ് ഗൈസ്. അപ്പം നമ്മൾക്ക് ഒന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ ഗുഹ ഒക്കെ ഉണ്ടാക്കി. അതൊക്കെ വലിയൊരു കഥയാണ്. അങ്ങനെ ഗുഹ ഒക്കെ അങ്ങനെ നല്ല പാടി ഉണ്ടാക്കി. പിന്നെ ആദ്യം ഒരു ലൈറ്റ് വെച്ചു. അതിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ കത്തി എമർജൻസി ഒക്കെ മിന്നി കത്തി അത് ലാസ്റ്റ് ഞങ്ങൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് ചാർജ് കംപ്ലൈൻറ്റ് ചെയ്യപ്പോൾ പിന്നെ ഞങ്ങൾ പുതിയ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ലൈറ്റിൻ്റെ ഇതിലാണ് ഇപ്പോൾ ഉള്ളൊരു വെളിച്ചം. ആ ഒരു ലൈറ്റിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ ഉള്ളൊരു വെളിച്ചം ഉള്ളത്. ഒരു ലൈറ്റിൻ്റെ ഇതിലാണ് ഇപ്പോഴത്തെ വെളിച്ചം. ഞാൻ ഇപ്പോൾ പറയാൻ കുറേ ടൈം ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ എന്താ പെട്ടെന്ന്. പിന്നെ നിങ്ങൾ വീഡിയോ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തവരൊന്ന് ലൈക്കെങ്കിലും ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയണതെന്നൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഒക്കെ അവസാനമായിട്ട് പറഞ്ഞുതരാം, കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഗുഹൻ്റെ പുറത്തേക്ക് ഇപ്പം തന്നെ പോകണം. അതുകൊണ്ടല്ലോ ഞാൻ ഈ ഗുഹൻ്റെ ഉള്ളിൽ ഓക്കെ. പിന്നെ അവിടെ ഡോറൊക്കെ വെച്ച് അങ്ങനെ ഇരുട്ടാക്കുക. അതിൻ്റെ ശേഷം ഉണ്ടല്ലോ ലൈറ്റ് വെച്ച് നല്ല പാണ്. നല്ലൊരു പാടിലൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇതാക്കിയത്. പിന്നെ പിന്നെ എന്തൊരു കലപ്പിലും ഞാൻ ഇപ്പോൾ ഒന്ന് ഒരു കുറച്ച് നേരം ബ്രേക്ക്. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഗുഹ. മേലെ ഞങ്ങൾ ഇതാക്കി വെച്ചാണ്. ഓക്കെ. പിന്നെ ഞങ്ങൾ ഏത് ടോർച്ച് എടുത്തിട്ടുള്ളതൊക്കെ അതിൻ്റെ പെട്ടി കാണിച്ചാൽ ടോർച്ച് എടുത്ത അതിമത്തെ ലൈറ്റ് ഇല്ലെങ്കിൽ ഇവിടെ ഇറച്ചിട്ടാവുമൊന്നും കാണില്ല. പിന്നെ ലൈറ്റ് ഓൺ
ഇതിപ്പോൾ പൊന്നാടുന്നാണ് ഗൈസ് അവൻ പറയുന്നത്. നല്ല പൊന്നാട് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്കാം പുറത്തിറങ്ങിയത് പൊന്നാടും ഒക്കെ പ്രത്യേകിച്ച് പറയുന്നതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങല്ല. പിന്നെ എൻ്റെ പേര് മുഹമ്മദ് ആഷിമാണ്. എൻ്റെ അനിയൻ്റെ പേര് മുഹമ്മദ് ഹനീനാണ്. ഞാൻ എൻ്റെ പുറത്തിറങ്ങിയത് എൻ്റെ അനിയൻ്റെ മുഖം ഞാൻ കാണിച്ചത്. എൻ്റെ അനിയൻ ഞാൻ അതിൻ്റെ ശേഷം കാണിച്ചു തരാം. ഡോറക്കടാ അപ്പോൾ ഡോറൊക്കെ ഡോറ് പൊന്നാടി എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാ. ഓ നല്ല പാടി. എടാ ഞാൻ ലൈറ്റ് ഞാനിപ്പോൾ ഓഫാക്കാം. ഫസ്റ്റ് നമുക്ക് ലൈറ്റ് ഓഫാക്കട്ടെ. ലൈറ്റ് ഓഫാക്കിയെങ്കിൽ